ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം കോവലിൻ്റെ നടീൽ രീതികളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കോവൽ തണ്ടുകൾ നാട്ടിൽ സുലഭമായി ലഭിക്കും. പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള കോവൽ തണ്ടുകൾ നമുക്ക് മുറിച്ച് തന്നെ പുതിയ കോവൽ തൈകളായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ എവിടെ നിന്നെങ്കിലും കോവൽ തണ്ടുകൾ വാങ്ങുമ്പോൾ നമുക്കൊരു അബദ്ധം പറ്റും. അതായത് ഇതിൻ്റെ ചുവട് ഏതാ മുകൾ ഭാഗം ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചീനിക്കമ്പിൻ്റെ കൂട്ടോ മറ്റുള്ള കമ്പുകളുടെ കൂട്ടൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് അത്രയ്ക്ക് പ്രഗത്ഭം ഉള്ളവർക്ക് പോലും ഇതിൻ്റെ ഒരു മുട്ട് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ ഏത് വശമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. മുകളിലോട്ടാണോ താഴ്പോട്ടാണോ എങ്ങനെയാണെന്നുള്ളതിന് ഒരു സംശയമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം തല തിരിച്ചാണ് വെക്കുന്നതെങ്കിൽ, അതായത് മുകളിലേക്ക് പടർന്നു കയറിയ ആ ഭാഗമാണ് നമ്മൾ നടാൻ കുത്തുന്നതെങ്കിൽ അതിൽ കോവയ്ക്ക പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇത് ഞാനാണെങ്കിലും ഇത് വാങ്ങിയ തണ്ടാണ്. നല്ല നീളൻ കോവലിൻ്റെ തണ്ടാണ്. നല്ല നീളൻ കോവയ്ക്ക ഉണ്ടാകുന്നത്. പച്ചയും കറുപ്പൂടെ മിക്സായിട്ടുള്ള, പച്ചയും കറുപ്പും അല്ല, പച്ചയും വെള്ള കളറൂടെ മിക്സായിട്ടുള്ള കോവലിൻ്റെ തണ്ടാണിത്. ഇത് ഓമൽ വയൽവാണിപ്പത്തിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവിടെ വിപണന കേന്ദ്രത്തിൽ വെച്ചിരുന്നതാണ്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൻ്റെ ചുവട് ഭാഗം അറിയത്തില്ല. അപ്പോൾ ഈ ചുവട് ഭാഗം നമുക്ക് അറിയത്തില്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ഈ ഒരു തണ്ടിനെ നടും. അല്ലാതെ നമ്മൾ തലതിരിച്ച് നട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് കോവയ്ക്ക പിടിക്കുകയില്ല. അപ്പോൾ തലതിരിച്ച് നട്ടിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ സാധാരണ നമ്മൾ തടം എടുത്തിട്ടാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഞാനാണെങ്കിൽ തടം റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ സാധാരണ കവറിനകത്തേക്ക് പാകിയിട്ട് അതിനെ നല്ല കരുത്തുള്ള തൈകളിലെ ആ തടത്തിലേക്ക് പിന്നീട് പന്തലൊരുക്കിയിട്ട് അതിനകത്തേക്ക് വെക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ഇത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണാണ്. കുമ്മായം ട്രീറ്റ് ചെയ്ത് ഇട്ടിരുന്ന മണ്ണിലേക്ക് ചാണകപ്പൊടി ഇടുക. ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട്, ഇത് ഏകദേശം കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടിരുന്ന മണ്ണാണ്. അപ്പോൾ കുറേ നാളായി. ഇപ്പം ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. നമ്മൾ ആവശ്യത്തിനല്ലെങ്കിൽ കുമ്മായം എടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും ആ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ആ മടി കൊണ്ട് 10-15 ദിവസം എടുക്കാമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതേപോലെ തണ്ടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ മണ്ണ് കാണത്തില്ല. പ്രത്യേകിച്ച് ട്രീറ്റ് ചെയ്ത മണ്ണ് കാണത്തില്ല. അപ്പം നേരത്തെ തന്നെ കുറച്ച് സമയം കിട്ടുന്നത് പോലെ കുമ്മായം മണ്ണുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഞാൻ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പം ഇങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണും ഈ പറയുന്ന ചാണകപ്പൊടിയോടെ മിക്സ് ചെയ്യുക. ഒരുപാട് വളം ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ഒരു കവർ, ഇതിപ്പോൾ സാധാരണ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പുള്ള കവറാണ്. അതിലേക്ക് ഇതേപോലെ നിറയ്ക്കണം. ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഇങ്ങനെ ഏകദേശം കുറച്ച് മണ്ണ് നിറച്ചാൽ മതി. നമ്മൾ തടത്തിലേക്ക് വെക്കുന്ന സമയത്തല്ലേ ഇത് മാറ്റി നടുമ്പോഴത്തേക്ക് ഇത് അമിതമായിട്ടുള്ള ഭാരമായി പോവും. അപ്പോൾ ഇതേപോലുള്ള തണ്ടാണ്. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മുറിച്ചെടുക്കാനാണെങ്കിൽ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ ശകലം മണ്ണിലേക്ക് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മണ്ണ് അവിടെ നിൽക്കും. അപ്പം വേറൊരു ഗുണമുണ്ട്. മുകളിലോട്ടുള്ള ഭാഗം ഇതുപോലെ ഇരിക്കും, മണ്ണ് വെക്കേണ്ട ഭാഗം ഇതേപോലെ നമ്മളൊരു മണ്ണിലേക്ക് കുത്തുവാണെങ്കിൽ അങ്ങനെ കിടക്കും. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ തന്നെ നടാം. അപ്പോൾ സാധാരണ കോവൽ നടുവാണെങ്കിൽ ഇങ്ങനെ ചരിച്ച് നടാം. അല്ലെങ്കിൽ തന്നെ ഇതേപോലെ തന്നെ 1-2 മുട്ട് മണ്ണിനടിയിലേക്ക് പോകും. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്നും ഇതുവഴിയല്ല വേര് വരുന്നത്, ഈ ഭാഗത്തു നിന്നാണ്, ഈ മുട്ടുള്ള ഭാഗത്തു നിന്നാണ് വേര് വരുന്നത്. അപ്പം ഈ ഒരു കേസിൽ എനിക്കറിയത്തില്ല ഇതിൻ്റെ തലപ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അതിന് ചെയ്യുന്ന പരിപാടി ഇതിനെ അങ്ങ് കിടത്തി നടുക. ഇതിപ്പോൾ ഈ രീതിയിലേക്ക് അങ്ങ് കിടത്തിപ്പാകുകയാണ്. കിടത്തി വെച്ചിട്ട് ഇങ്ങനെ ശകലം മണ്ണ് ഈ മുട്ടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന മുള രണ്ട് വശത്തു നിന്നും കയറി വരും. അപ്പം ചുവട് ഏതാ മുകൾ ഭാഗം ഏതാണെന്ന് നമുക്ക് സംശയമാണെങ്കിലും അത് കയറി വരുന്ന രണ്ട് ഭാഗത്തു നിന്നും മുള വരികയും ചെയ്യും, രണ്ട് ഭാഗത്തു നിന്നും വേര് വരികയും ചെയ്യും. ഏതെങ്കിലും ഒരു മുള നമുക്ക് കയറ്റി വിട്ടാൽ മതി. ഏതെങ്കിലും ഒരു മുളയല്ല, ഒരു നല്ല കരുത്തുള്ളൊരു മുള നോക്കി നിർത്തിയാൽ മതി. അപ്പം നല്ലപോലെ വേരും ഇതിനകത്തേക്ക് വരികയും ചെയ്യും. അതേപോലെ തന്നെ വളർച്ച വരുന്നതനുസരിച്ച് നമുക്ക് പിന്നീട് നമ്മൾ തറ എടുത്ത് റെഡിയാക്കിയ സ്ഥലത്തേക്ക് വെക്കാം. പക്ഷേ ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ ഈ പന്തലായിട്ട് ഒരുക്കിയിട്ടില്ല. ഇപ്പോൾ പന്തലൊക്കെ ഒരുക്കിയ ഭാഗത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ തറ റെഡിയാക്കി ഇതേപോലെ തന്നെ കുമ്മായം ട്രീറ്റ് ചെയ്തിട്ട് കുഴി ഒരു
ഒരു 60 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഒരു താഴ്ചയുമുള്ള കുഴി എടുക്കുക. അതേപോലെ തന്നെ അതിലേക്ക് ഒരു 1/2 കിലോയോളം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു 14-15 ദിവസത്തേക്ക് ഇട്ടേക്കുക. അങ്ങനെ ഇട്ട് ആ തറയിലേക്ക് ഒരു 14-15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ വളം ചെയ്യാവൂ. വളം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകപ്പൊടിയും അതേപോലെ വേപ്പിൻ പിണ്ണാക്ക്. ഇതിപ്പോൾ ഞാൻ വെച്ചത് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടില്ല, ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. സാധാരണ വളർച്ച എത്തിയതിന് ശേഷം ഒരു മീറ്ററോളം ഇതിനെ വളർത്തിയതിന് ശേഷം, ഇതിൻ്റെ തണ്ട് വളർന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇതിനെ മാറ്റി നടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിലുള്ള ചെറിയ കീടങ്ങളൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിന് അസുഖങ്ങൾ വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പന്തൽ ഒരുക്കിയില്ലെന്നുള്ള കുഴപ്പം. ഇപ്പോൾ ഏകദേശം ഇപ്പം വേനൽ മഴ സമയമാണ്. അപ്പോൾ വേനൽ മഴ സമയത്ത് നമ്മൾ തണ്ട് എത്ര കുത്തി കൊടുത്തെന്ന് പറഞ്ഞാലും ഇതിലേക്ക് പടർന്നു കയറുമ്പോൾ നമ്മൾ പിന്നീട് പന്തൽ കെട്ടാമെന്ന് വെച്ചിരുന്നാൽ കോവലിൻ്റെ ആ വളർച്ച മുരടിച്ചു പോകും. അപ്പം എല്ലാവരും ഈ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഇപ്പം തടവെടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു തടത്തിനകത്ത് നിന്ന് 3 കോവൽ വരെ കയറ്റി വിടാം. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇതേപോലെ കിടത്തി ഇതേപോലെ മണ്ണിട്ട് ഒരു 2 മുട്ട് മാത്രം ഇങ്ങനെ മുകളിലേക്ക് വെക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മുട്ടിൽ നിന്ന് കയറി വരും. നല്ല കരുത്തോടെ കയറി വരുന്ന ഒരു വള്ളിയെ നിർത്തുക. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക അവത്തിൽ നിന്ന് ധാരാളമായി ലഭിക്കും. അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് മറ്റേ അടുത്തുള്ള കുഴികളിലും നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് നമ്മൾ തണ്ട് എടുത്താൽ മതി. ഒരുപാട് തണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ കോവൽ പടർന്നു തുടങ്ങുമ്പം നല്ലപോലെ, അതായത് തിങ്ങി വളരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇല നുള്ളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇല നുള്ളിയെങ്കിൽ മാത്രമേ കോവയ്ക്ക നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇല മാത്രമായിപ്പോൾ. അതേപോലെ കോവൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് വെയിലില്ലാത്ത ഭാഗത്ത് നമ്മൾ കൊണ്ട് കോവൽ വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക ഉണ്ടാകത്തില്ല, കോവലിൻ്റെ ഇല മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തണലുള്ള സ്ഥലത്ത് കോവൽ നട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കോവൽ നട്ടുപിടിപ്പിക്കാം. ഇനി ഇതിൻ്റെ വളർച്ചാ ഘട്ടത്തെപ്പറ്റി ഞാൻ പിന്നീടുള്ള വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.